1872 ഡിസംബർ 4 അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുവിലൂടെ ബ്രിട്ടീഷ് കപ്പലായ ഡെയ് ഗ്രാത്യ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് കപ്പലിലെ ക്യാപ്റ്റൻ ദൂരെ ഒരു കാഴ്ച കണ്ടത്. യാതൊരു ദിശയുമില്ലാതെ കാറ്റിൽ ആടിയുലഞ്ഞ് ഒരു വലിയ കപ്പൽ ഒഴുകി നടക്കുന്നു. അവർ ആ കപ്പലിനടുത്തേക്ക് പോയി നോക്കി. മേരി സെലസ്റ്റ് എന്നായിരുന്നു ആ കപ്പലിന്റെ പേര്. അവരെത്ര വിളിച്ചിട്ടും അതിൽ നിന്ന് ആരും മറുപടി നൽകിയില്ല. ഒടുവിൽ ക്യാപ്റ്റനും ചില നാവികരും ആ കപ്പലിലേക്ക് കയറി. എന്നാൽ ഉള്ളിൽ കയറി അവർ കണ്ട കാഴ്ച അവരുടെ രക്തം മരവിപ്പിക്കുന്നതായിരുന്നു. ആ വലിയ കപ്പലിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായും ശൂന്യം. എന്നാൽ അവരെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് മറ്റൊന്നായിരുന്നു. ആ കപ്പലിന് യാതൊരു തകരാറും സംഭവിച്ചിരുന്നില്ല. ക്യാപ്റ്റന്റെ ക്യാബിനിൽ വിലപിടിപ്പുള്ള സ്വർണവും പണവുമൊക്കെ ഭദ്രമായിരിക്കുന്നുണ്ടായിരുന്നു. നാവികരുടെ വസ്ത്രങ്ങൾ അലക്കി ഉണക്കാനിട്ടിരിക്കുന്നു. 6 മാസത്തേക്ക് കഴിക്കാനുള്ള ഭക്ഷണവും കുടിവെള്ളവും അവിടെ ഭദ്രമായിരിപ്പുണ്ടായിരുന്നു. ഒരു പോറൽ പോലും ആ കപ്പലിന് പറ്റിയിട്ടില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്നവരെങ്ങോട്ട് പോയി? ഈ സംഭവത്തിന് 1 മാസം മുൻപാണ് മേരി സെലസ്റ്റ് ന്യൂയോർക്കിൽ നിന്ന് യാത്ര തിരിച്ചത്. ക്യാപ്റ്റൻ ബെഞ്ചമിൻ ബ്രിഗ്സ്, അദ്ദേഹത്തിന്റെ ഭാര്യ, 2 വയസ്സുള്ള മകൾ കൂടാതെ 7 നാവികർ ഇവരായിരുന്നു കപ്പലിനുണ്ടായിരുന്നത്. ഇതിലെ ക്യാപ്റ്റൻ ബെഞ്ചമിൻ ജീവിതത്തിന്റെ പകുതിയും കടലിൽ ചിലവഴിച്ച വളരെ അനുഭവസമ്പത്തുള്ള ഒരാളായിരുന്നു. എന്ത് വലിയ കൊടുങ്കാറ്റ് വന്നാലും അദ്ദേഹം കപ്പൽ ഉപേക്ഷിച്ച് പോകില്ല എന്ന് ഉറപ്പുള്ളയാൾ. കപ്പലിൽ 1700 ബാരൽ ഇൻഡസ്ട്രിയൽ ആൽക്കഹോളും ഉണ്ടായിരുന്നു. കടൽ കൊള്ളക്കാർ ആക്രമിച്ചതാണെങ്കിൽ ഈ വിലപിടിപ്പുള്ള സാധനങ്ങളും പണവും അവിടെ തന്നെ ഇരിക്കില്ലല്ലോ. എന്നാൽ കപ്പൽ പരിശോധിച്ചവർക്ക് ചില സൂചനകൾ ലഭിച്ചു. കപ്പലിലെ ഒരു ചെറിയ ലൈഫ് ബോട്ട് കാണാനില്ലായിരുന്നു. കൂടാതെ കപ്പലിലെ രേഖകൾ എഴുതുന്ന ലോഗ് ബുക്കിൽ നവംബർ 25 വരെയുള്ള വിവരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നവംബർ 25 രാവിലെ പെട്ടെന്ന് അവർ 10 പേരും ആ ചെറിയ ലൈഫ് ബോട്ടിൽ കയറി നടുക്കടലിലേക്ക് പോയി. പക്ഷേ എന്തിന്? കേടുപാടുകളൊന്നുമില്ലാത്ത സുരക്ഷിതമായ ആ വലിയ കപ്പൽ ഉപേക്ഷിച്ച് ആരെങ്കിലും തണുത്തുറഞ്ഞ നടുക്കടലിലേക്ക് ഒരു ചെറിയ തോണിയിൽ ചാടുമോ? അതും 2 വയസ്സുള്ള ഒരു കുഞ്ഞുമായി. അതൊരു ആത്മഹത്യയ്ക്ക് തുല്യമല്ലേ? കപ്പലിൽ എന്തെങ്കിലും അദൃശ്യ ശക്തിയുടെ സാന്നിധ്യം അവർക്ക് നേരിടേണ്ടി വന്നോ? അതോ കടലിലെ ഭീകര ജീവികൾ വല്ലതും അവരെ ആക്രമിച്ചതായിരിക്കുമോ എന്നത് ഇന്നും നിഗൂഢമാണ്. പിന്നീട് ഒരിക്കലും ആ ക്യാപ്റ്റനെയോ കുടുംബത്തെയോ നാവികരെയോ ലോകം കണ്ടിട്ടില്ല. ആ ലൈഫ് ബോട്ടിൻ്റെ ഒരു കഷ്ണം പോലും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവരെന്തിനെ ഭയന്നാണ് ആ വലിയ കപ്പൽ ഉപേക്ഷിച്ച് മരണത്തിലേക്ക് എടുത്തു ചാടിയത് എന്നത് സമുദ്രചരിത്രത്തിലെ ഏറ്റവും വലിയ ചുരുളറിയാത്ത രഹസ്യമായി ഇന്നും അവശേഷിക്കുന്നു. ഒരുപക്ഷെ ആ കടലിനടിയിൽ ഇതിനുള്ള ഉത്തരം ഇപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ടാകാം. ഈ കഥ നിങ്ങളെ ചിന്തിപ്പിച്ചെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകളിൽ നമുക്ക് വീണ്ടും കാണാം.